സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 81 1 മുതൽ 4 വരെ. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസ്യയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 81 സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ആസാഫ് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് ഘോഷിപ്പാൻ, ദൈവത്തിന് ആർപ്പിടുവാൻ അഥവാ മഹത്വം കരയേറ്റുവാൻ ആഹ്വാനം ചെയ്യാം. ഈ ആഹ്വാനം ദൈവം ഇസ്രായേലിന് ഒരു ചട്ടമായും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യകത മനുഷ്യനുണ്ടോ? തീർച്ചയായും. ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ്റെ ആത്യന്തികമായ കർത്തവ്യമാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം 4 ജീവികളുടെ മധ്യേ, 24 മൂപ്പന്മാരുടെ മധ്യേ, കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെയും അതുപോലെ മാലാഖമാരുടെയും മധ്യേ, അവരെല്ലാം രാവോ പകലോ എന്നില്ലാത്ത ആ ദൈവ തിരുമുമ്പിൽ ദൈവത്തെ ഹല്ലേലൂയ എന്ന സ്വർഗീയ ഭാഷയിൽ ആരാധിക്കുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന മർത്യനും ദൈവം നൽകിയിരിക്കുന്ന പ്രമാണം എന്നാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. 10 പ്രമാണങ്ങൾ അഥവാ ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ നമുക്കറിയാം. അതുപോലെ ഒരു പ്രമാണമെന്നാണ് ഇവിടെ ആരാധനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ചട്ടമെന്നും പറഞ്ഞിരിക്കുന്നു. നിയമത്തോടനുബന്ധിച്ച് അതിൻ്റെ ഘടകമായി നിർമ്മിക്കുന്ന ഒന്നാണ് ചട്ടം. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾക്കൊപ്പം ദൈവം ഒരു ചട്ടമായി ആരാധനയെ നൽകിയിരിക്കുന്നു. ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന നന്മകൾ ഈ 81 സങ്കീർത്തനത്തിൽ വളരെ വിസ്തൃതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 6-ാം വാക്യത്തിൽ, സങ്കീർത്തനം 81:6, ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. അഥവാ ഇസ്രായേൽ ജനം 430 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അവരെ സ്വതന്ത്രരാക്കി എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. തുടർന്ന് 81 സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നു, കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം അരുളി. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. ഇതെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെ
ജീവിതയാത്രയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് ദൈവം സ്വാതന്ത്ര്യവും, ഒപ്പം നാം ഇപ്പോൾ അവസാനമായി വായിച്ചു കേട്ട വചനപ്രകാരം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവും ലഭിക്കുവാൻ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആമേൻ.